വിനോദസഞ്ചാര പ്രാധാന്യമുണ്ട് കൊച്ചിക്ക്. Felicitating these honorable personalities. കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ എന്നും നിലകൊള്ളുന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. ഏഷ്യാനെറ്റ് കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ടെലിവിഷൻ ഓപ്പറേറ്റേഴ്സ് ആണ്. പരിഭാവനത കാത്തു സൂക്ഷിച്ചുകൊണ്ട് സമഗ്ര സംഭാവനകൾ നൽകിയ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ വൈദ്യരത്നം ശ്രീ PK വാര്യർ. എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞ ഏഷ്യനെറ്റ് സിനിമയിലേക്ക് നിരവധി കലാകാരന്മാരെ വളർത്തിയെടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇവരിൽ പലരും ഇന്ന് സിനിമാ നടന്മാരും നടിമാരുമായി തീർന്നതിൽ ഏഷ്യാനെറ്റ് അഭിനന്ദിക്കുന്നു. ഏഷ്യാനെറ്റിൽ തന്നെ ആ തുടക്കം മുതൽക്ക് തന്നെ ഏറ്റവും മികച്ച കോമഡി പ്രോഗ്രാം എന്ന രീതിയിൽ സിനിമാല ഒരുപാട് ശ്രദ്ധ പിടിച്ചു പറ്റി. സിനിമാല ടീം അവതരിപ്പിക്കുന്ന പുതുമയാർന്ന ഹാസ്യരൂപകമാണ് ഇനി. ഇത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടിനി ടോം, ഹരിശ്രീ മാർട്ടിൻ, സജു കൊടിയൻ, തോമസ് തോപ്പിൽക്കോടി, കോട്ടയം വില്യംസ്, ഉണ്ണി S നായർ, പൊന്നമ്മ ബാബു, ഷിനോദ്, രാജീവ്, രഘു കളമശ്ശേരി, മനാഫ് ആൻഡ് തെസ്നി ഖാൻ. പ്ലീസ് വെൽക്കം ദ സിനിമാല ടീം. ആരോഗ്യത്തിന്റെയും വൃത്തിയുടെയും പര്യായമായി തീർന്ന ജ്യോതി ലബോറട്ടറീസിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലും വിദേശങ്ങളിലും മാർക്കറ്റ് പിടിച്ചു പറ്റിയിരിക്കുന്നു. ഏഷ്യാനെറ്റിന്റെ 10ാം മെഗാമേളകളുടെ സ്പോൺസറും നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥിയുമായ ശ്രീ MP രാമചന്ദ്രൻ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വളർച്ചയുടെ പടിയിൽ ഏഷ്യനെറ്റൊപ്പം നിന്ന ചലച്ചിത്ര രംഗത്തെ പ്രമുഖരായ ചില വ്യക്തികളെ ഏഷ്യനെറ്റിന്റെ സ്നേഹോപകാരം നൽകുന്നതാണ് അടുത്തത്. അതിനായി ഏഷ്യനെറ്റ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ മാധവൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രശസ്ത ചലച്ചിത്ര ഹാസ്യ സാമ്രാട്ടും നമുക്കേവർക്കും പ്രിയങ്കരനുമായ ഈ കലാകാരൻ ഏഷ്യാനെറ്റിന്റെ ഹുക്കാ ഹുവ മിക്കാദോ എന്ന സീരീസ് ഇപ്പൊ എവിടെ തിരിഞ്ഞു നോക്കിയാലും കേൾക്കുന്ന ഒരു പാട്ടുണ്ട്, രാക്ഷസി രാക്ഷസി എന്ന പാട്ട്. ശരിയാണ്, നമ്മൾ എന്ന ചിത്രത്തിലെ ഈ ഗാനം സൂപ്പർ ഹിറ്റാണ്. ഈ പാട്ടോടെ അത് പാടിയ അഫ്സൽ എന്ന ഗായകനും ശ്രദ്ധിക്കപ്പെട്ടു. അഫ്സൽ നമുക്ക് വേണ്ടി ഈ ഗാനം ഇപ്പോൾ ആലപിക്കുന്നു. ഒപ്പം തെസ്നിഖാന്റെ നൃത്തവും. പ്രിയങ്കരനായ മറ്റൊരു കലാകാരൻ ഏഷ്യാനെറ്റിന്റെ സരിഗമ എന്ന പരിപാടിയുടെ ആദ്യകാല അവതാരകനായ ശ്രീ ജഗദീഷ്.